തകർന്നവർക്ക് സൗഖ്യവും ബദ്ധന്മാർക്ക് വിടുതലും. പ്രയർ ആൻഡ് പവർ മിനിസ്ട്രീസ് ഒരുക്കുന്ന വേർഡ് ആൻഡ് പവർ എന്ന ഈ ആത്മീക ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ദീർഘവർഷങ്ങളായി കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വചനപ്രഘോഷണം ചെയ്തു വരുന്ന കർത്തൃദാസൻ ഡോക്ടർ ജോർജ് വർഗീസ് നിങ്ങൾക്കായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ഈ വചന കേൾവി ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവത്തിന്റെ വചനവുമായി നിങ്ങളോടൊന്നിച്ചായിരിക്കാൻ ദൈവം അനുവാദം തരുന്ന ദൈവകൃപയെ ഓർത്ത് സ്തോത്രം ചെയ്തുകൊണ്ട് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ദേശങ്ങളിലിരുന്നുകൊണ്ട് ദൈവവചനം ശ്രദ്ധിപ്പാൻ സമയം കണ്ടെത്തുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുകയും ചെയ്യട്ടെ. ആളുകളായി നാം ഈ വേർഡ് ആൻഡ് പവർ എന്ന ശുശ്രൂഷ ദൈവവചന പഠനം ദൈവം അനേകർക്ക് അനുഗ്രഹമാക്കുന്നെന്ന് അറിയുന്നത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. തുടർന്നും അത് അനേകർ കേൾക്കാൻ, അനേകരെ കേൾപ്പിക്കാൻ, മറ്റുള്ളവരെ കൂടെ ഇതിലേക്ക് ഉത്സാഹിപ്പിച്ച് ഉള്ള ആ ശ്രദ്ധ അതിന് പരിശ്രമിക്കുന്നവരായി തീരട്ടെ എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഭാഗം നിർത്തുന്നു. നിങ്ങൾ വാട്സാപ്പ് നമ്പർ, 2 ഫോൺ നമ്പറാണ് അതിനകത്ത് വെച്ചിരിക്കുന്നത്. 8281 എന്നുള്ള വാട്സാപ്പ് നമ്പറാണ്. അതിപ്പം വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ നോർമൽ ലൈനിൽ വിളിക്കുമ്പോൾ കിട്ടിയില്ലേ വാട്സാപ്പിൽ വിളിക്കണം. നിങ്ങൾക്ക് മറുപടി തരും. ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ. ദൈവം എല്ലാം അനുഗ്രഹമാകട്ടെ. ഒരു നിമിഷം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വന്യവും മഹത്വമുള്ള നാമത്തിൽ വീണ്ടും ഞങ്ങൾ സ്തോത്രം. നിന്റെ നാമഭൂമിയിലൊക്കെ എത്ര ശ്രേഷ്ഠമാണ്. ആ മഹത്വകരമായ നാമത്തിൻ്റെ ശക്തി ദേശത്ത് വെളിപ്പെടുവാൻ കർത്താവേ, അടിയങ്ങളെ കൂടെ നീ ഇടയാക്കുമല്ലോ. നന്ദി. ഇതുവരെ നടത്തി നന്ദി. തുടർന്നും എൻ്റെ കൃപ വിശേഷമായി ഈ മണിക്കൂറുകളിൽ നിൻ്റെ വചനം കർത്താവിൻ്റെ മക്കളോട് വിളിച്ചു പറയാൻ അടിയൻ ആത്മബലം, ദൈവശക്തി, കൃപ, അഭിഷേകം, ബുദ്ധി, ഓർമ്മശക്തിയൊക്കെ തന്നു സഹായി. ദൈവജ്ഞാനത്തിൽ നിർത്തണം. അതിനെ കേൾക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനം ഉണ്ടാകും, വിടുതലയക്കുകയും ചെയ്യണം. തിരുനാമം മഹത്വപ്പെടണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ദിവസങ്ങളൊക്കെ നാം ദൈവത്തിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ദാവീദിൻ്റെ ഒരു ദൈവത്തോടുള്ള ആ ഒരു ബന്ധത്തിൽ ഉള്ള വീഴ്ച പറ്റിയപ്പോഴുണ്ടായ ഒരു പ്രതികരണത്തിൻ്റെ ഒരു പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. അതേ അന്തരീക്ഷത്തിൽ തന്നെ ആ പശ്ചാത്തലത്തിലുള്ളൊരു ചിന്ത അതിനോട് തുടർന്ന് പറയാൻ ദൈവാത്മാവ് ആലോചന തന്നു. അത് നിങ്ങളോട് ഒന്നിച്ച് പങ്കിടുകയാണ്. ഇൻഫാക്ട് ദിസ് ഈസ് ഇന്നത്തേന്ന് പറഞ്ഞാൽ ഡേവിഡ്സ് പ്രയർ ഓഫ് റിപ്പൻറ്റൻസ്, അതായത് അനുതാപത്തിൻ്റെ ഒരു പ്രാർത്ഥന, അല്ലെങ്കിൽ മാനസാന്തരത്തിൻ്റെ ഒരു പ്രാർത്ഥന. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അത് നമ്മളൊന്ന് ചിന്തിക്കാൻ പോകും കേട്ടോ, അല്പസമയം. അതിന് 51-ാം സങ്കീർത്തനം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ആദ്യം വായിക്കാം. ദൈവമേ, നിൻ്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണം. എൻ്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചുകളെ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണം. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. നിനക്ക് അനിഷ്ടമായിട്ടുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത് പ്രാർത്ഥിക്കുക, ദൈവത്തിന് കരഞ്ഞ് പ്രാർത്ഥിക്കുക സംഭവിച്ച തെറ്റിനെ കുറിച്ച് കേട്ടോ. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ചിന്തിച്ചാണല്ലോ, ദൈവത്തെ അധികമായി സ്നേഹിക്കുകയും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തൊരു മനുഷ്യനാണ് ദാവീദ്. നമുക്കറിയാം, മനോഹരമായ അനേക സങ്കീർത്തനങ്ങൾ പാടിയിട്ടുണ്ട്. 23-ാം സങ്കീർത്തനം നമ്മൾ സൺഡേ സ്കൂൾ പ്രായം മുതൽ, കൊച്ചു കുട്ടികളായിരിക്കും മുതൽ പഠിച്ച് ഇന്നും മനസ്സിലുണ്ടല്ലേ. എത്രയോ കുഞ്ഞുങ്ങളെ, അത്ര അനുഗ്രഹീതമായ ഒരു ജീവിതശൈലി ഉണ്ടായിരുന്നൊരു മനുഷ്യൻ അല്ലേ. ദൈവം ഇടയനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളുടെ വലിയൊരു കലവറയായി 23-ാം സങ്കീർത്തനം അല്ലേ. നമുക്ക് അത് ഇപ്പം വിസ്തരിക്കുന്നില്ല. എന്നാൽ അത് നിങ്ങൾ വായിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കണം. എനിക്ക് മുട്ടുണ്ട്, ഐ ഷാൽ നോട്ട് വാണ്, എനിക്കൊരു കുഴപ്പമുണ്ടാകും, എനിക്കൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. ആർക്കാ? അതാണ് 1-ാമത്തെ അതവിടെ നിൽക്കട്ടെ. എന്നാൽ ഇതിപ്പോൾ പരാമർശിക്കാൻ ശ്രമിക്കുന്നത്, നമ്മളിപ്പോൾ വായിച്ച 51-ാം സങ്കീർത്തനം, അത് ദാവീദിൻ്റെ സങ്കീർത്തനം. 21-ാം സങ്കീർത്തനവും ദാവീദിൻ്റെ സങ്കീർത്തനം. 23-ാം സങ്കീർത്തനം എഴുതിയ ദാവീദാണ്. 51-ാം സങ്കീർത്തനം എഴുതിയെന്ന് പറയുമ്പോഴോ ഇത്ര ഭയങ്കരമല്ലേ, തമ്പിച്ചു പോകുന്നൊരു കാഴ്ചയാണ്, അല്ലെങ്കിൽ ഒരു അനുഭവമാണ്. ടെറബിൾ. ഇങ്ങനെ സംഭവിക്കുമോ എന്നൊരു വിഷയം നമുക്ക് ചിന്തിക്കാം. ദാവീദിന്റെ സങ്കീർത്തനങ്ങളെല്ലാം അനുഭവങ്ങളുടെ മേഖലകളിൽ എഴുതി, അനുഭവ ഗാനങ്ങളാണ്. 51-ാം സങ്കീർത്തനം അനുഭവത്തിൻ്റെ മേഖലകളിൽ എഴുതിയ ഒരു കീർത്തനമാണ്, നമുക്കറിയാം. കഴിഞ്ഞ മണിക്കൂറിലൊക്കെ നമ്മൾ ചിന്തിച്ച വലിയൊരു കരച്ചിലാണ് കേട്ടോ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ.
ഒരു നിലവിളിയുടെ സങ്കീർത്തനമായത്. നിലവിളിക്കാൻ കാരണം എന്നാ? ജീവിതത്തിൽ പാപം കടന്നു വന്നു. പാപം കടന്നു വന്നെന്ന് വിചാരിച്ച് എല്ലാവരും നിലവിളിക്കണമെന്നില്ല. എൻ്റെ ഒരു മറുവശമുണ്ട് കേട്ടോ. ഇവിടെ ഒരു വ്യത്യാസം വന്നു. എന്താ? ദാവീദ് ദൈവസന്നിധി കറുത്ത് വരിക. എന്താ പറയുന്നത്? നമ്മൾ വായിച്ചു കേട്ടു, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തു, അല്ലേ? എന്നാ ഈ സങ്കീർത്തനത്തെ സമ്മതിക്കുക. അത് മാത്രമല്ല, അത് ഏറ്റു പറഞ്ഞ് ദൈവത്തോട് കരയുക, അപേക്ഷിക്കുക. തെറ്റ് പറ്റിയെന്നുള്ള ബോധം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇത് നമ്മളിന്ന് പരിശോധിച്ചേ. എങ്ങനെയാ? ഒന്നാമതായി പരിശോധിച്ച ഇവിടെ ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക. ദൈവമേ, നിന്റെ ദയ കരുണ, അല്ലേ? മേഴ്സി തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്ന് മാത്രമല്ല, തൻ്റെ ജീവിതത്തിൽ പാപം കടന്നു വന്നു, തനിക്ക് അശുദ്ധി സംഭവിച്ചു. അതുകൊണ്ടൊരു കഴുകൽ ആവശ്യമാണ്. അശുദ്ധി വരുമ്പോൾ ശരീരത്തെ അഴുക്ക് വന്ന് നമ്മൾ കഴുകിക്കളയത്തില്ല. അതുപോലെ ആത്മാവിൽ മനസ്സിലൊക്കെ അശുദ്ധി വന്നാൽ കഴുകണം. വെറും വെള്ളം കൊണ്ടല്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ ദാവീദ് പ്രാർത്ഥിക്കും, ദൈവമേ എന്നെ നന്നായി കഴിയേ, എൻ്റെ അകൃത്യം പോക്കണമേ, അല്ലേ? എന്നെ നന്നായി കഴുകണമേ എന്നാ പറയാം. എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. നോക്കിയ ഒരു വാക്കി പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല, കഴുകുന്നതിനെ കുറിച്ച് പറഞ്ഞ്. അവിടെ തീരുന്നില്ല. 7-ാം വാക്യം വരുമ്പോൾ എന്തുവാ? ഒരു പടി കൂടെ കടക്കുക. 7-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈസോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ, ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണം. അപ്പോൾ ഇവിടെ എന്നെ ഒരു പടി കൂടെ കടന്നെന്ന് പറഞ്ഞിരിക്കുന്നു. എന്തുവാ ഈസോപ്പ്? അത് ലക്സും അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന ഒത്തിരി പറയാനുണ്ട്, അങ്ങോട്ട് കടക്കുന്നില്ല. അങ്ങനെയുള്ള സോപ്പൊന്നും അല്ലത് കേട്ടോ. ഇത് പിന്നെന്താ? ഒരു ഔഷധ ചെടിയാണ്. അതിനൊരു ശുദ്ധീകരണ പ്രക്രിയ ഉണ്ട്. അത് യഹൂദന്മാർ പരസ്യ നാടുകളിലൊക്കെ അതങ്ങനെ ചെയ്യാറുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ദാവീദ് പറയുന്നത്, അതുകൊണ്ട് തന്നെ ശുദ്ധീകരിക്കണം എന്ന്, അതുകൊണ്ടൊന്ന് കഴുകണമേ എന്നുള്ളൊരു പ്രാർത്ഥന, അല്ലേ? അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ യോഹന്നാൻ സുവിശേഷം 1 യോഹന്നാൻ 1:7 വരുമ്പോൾ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് നമ്മൾ വായിക്കും. അപ്പോൾ അന്ന് യേശുവിൻ്റെ രക്തമില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഇതിനെ ലോകപ്രകാരമുള്ള ഒരു കമ്പാരിസൺ വെച്ചിട്ട് ദാവീദ് ദൈവസന്നിധി എനിവേ എനിക്കൊരു വിശുദ്ധി വേണം, എനിക്കൊരു കഴിവുകൾ വേണം, അശുദ്ധിയിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയിലാണ്. അപ്പോൾ ഇവിടെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കി, ഈ പ്രാർത്ഥന എങ്ങനെയാണ്? അനുതാപത്തിൻ്റെ പ്രാർത്ഥന, മാനസാന്തരത്തിൻ്റെ പ്രാർത്ഥന. ഇപ്പം 2-3 കാര്യങ്ങൾ. ഒന്നാമതായിട്ട് ദാവീദ് മേഴ്സി, കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കും. ദൈവത്തിൻ്റെ കരുണയില്ലെങ്കിൽ ആരും നിൽക്കത്തില്ല. നമ്മൾ പാടാറുണ്ട്, കരുണാനിധിയെ കാൽവറി അൻപേ, നീ മാത്രമാണ് എനിക്ക് ആധാരം, അല്ലേ? കരുണയുടെ ഉറവിടമാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ തെറ്റ് ചെയ്തിട്ട് പിന്നെയൊക്കെ ജീവിക്കുന്നത്. ലോകത്തിൻ്റെ നിലവാരങ്ങളിൽ ഞാൻ പറയും, കരുണയുള്ള ദൈവം. അപ്പന് മക്കളോട് കരുണ തോന്നുന്നു, അതിലും കൂടി കരുണ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോടുണ്ടെന്ന്. ഈ കരുണ കാണിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനയപ്പെടാനിടയാകട്ടെ. ദൈവത്തിൻ്റെ കരുണയല്ലാതെ നമുക്ക് എന്തുകൊണ്ട് ആശ്രയിക്കാം? ദൈവത്തിൻ്റെ ദയയല്ലാതെ. അത് മനസ്സിലാക്കിയതാ. ദൈവത്തോടുള്ള നല്ല കൂട്ടായ്മയും ജീവിച്ചപ്പോൾ ദാവീദ് നല്ലവണ്ണം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെയും ദൈവസന്നിധിയിൽ ഫസ്റ്റ് ഡേവിഡ് ഈസ് ആസ്കിംഗ് ഫോർ ഗോഡ്സ് മേഴ്സി, ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി, ദയയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക. ദൈവത്തിന് സ്തോത്രം. കരുണ ചെയ്യണേ കർത്താവേ. 4-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്നു, നീ കരുണ അടച്ചു കളയില്ലല്ലോ, കരുണ അടച്ചു കളയരുതേ. ദൈവം കരുണ അടച്ചാൽ പിന്നെ ഭയങ്കര അപകടമാകട്ടോ, ഭയങ്കര ന്യായവിധിയാണ്, ഡേഞ്ചറാണ്. ദൈവത്തിൻ്റെ കരുണ നിൻ്റെ മേലെപ്പോഴും ഉണ്ടായിരിക്കണം, എല്ലാവരുടെ മേലും. ഞാനും ദൈവകരുണയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. നമുക്ക് ആർക്കും അല്ലാതെ പ്രശംസിക്കാനൊന്നുമില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. ദാവീദ് ഇതാ പ്രാർത്ഥിക്കുന്നത്. രണ്ടാമത് ഈസ് ആസ്കിംഗ് ഫോർ വാഷിംഗ്. രണ്ടാമത് പ്രാർത്ഥിക്കുന്നത് കഴുകലിന് വേണ്ടി. കഴുകണേ അല്ലേ? കഴുകേണ്ട രീതി നമ്മളിപ്പം മുമ്പ് പറഞ്ഞു.
വാട്ട് എക്സ്റ്റെൻഡ്, എവിടെ വരെ ആ കഴുകൽ ചെല്ലാം, ഏത് രീതി വരെ പോകണമെന്നും ദാവീദ് അവിടെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്കൊക്കെ കഴുകൽ വേണ്ടേ? ശരീരത്തിൽ അല്ല, മനസ്സിൽ പറ്റിയിരിക്കുന്ന, ഹൃദയത്തിൽ പറ്റിയിരിക്കുന്ന അശുദ്ധിയൊക്കെ ഒന്ന് പോവാൻ കഴുകൽ വേണ്ട? ഒന്ന് പരിശോധിച്ചേ. കഴുകൽ വേണം. കഴുകന്നെ തിരുരക്തത്താൽ എന്ന് ഭക്തൻ പാടി. അന്ന് ദാവീദ് കഴുകുന്നത് ബാഹ്യമായ വെള്ളം കൊണ്ടോ ഈസോപ്പ് കൊണ്ടോ ഒക്കെ കഴുകുന്ന പറഞ്ഞെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്, കർത്താവേ നിന്റെ പരിശുദ്ധ രക്തത്താൽ എന്നെ കഴുകണേ. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുമോ? ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കഴുകൽ, ഒന്ന് മേഴ്സി, ഒന്ന് കരുണ, രണ്ട് കഴുകൽ, ആസ്കിങ് ഫോർ. മൂന്നാമത് എന്താ പറയാ? മൂന്നാമത് പറയാ, എപ്പോഴും തൻ്റെ പാപം അവൻ അംഗീകരിക്കുന്നു. അല്ലെ ചില അപടഭക്തിക്കാരെ പോലെ ഒന്നും സംഭവിക്കാം. ഈ അക്സെപ്റ്റ്, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു എന്നുള്ള ആ വാക്ക് ദാവീദ് ഏറ്റു പറയുക, അംഗീകരിക്കുക കേട്ടോ. അതുകൊണ്ട് എന്ത് വേണം? അതിനും വിടുതൽ വേണം. അതെ. നാലാമതായിട്ട് വരുമ്പം ഒരു ക്ലീൻസിങ്ങിന് വേണ്ടി ആവശ്യപ്പെടുക. ദൈവസന്നിധിയിൽ ഒരു വിശുദ്ധ, ഒരു കഴുകൽ, വിശുദ്ധീകരണത്തിന് വേണ്ടി, ശുദ്ധീകരണത്തിന് വേണ്ടി. ഈ ആസ്കിങ് ഫോർ എ ക്ലീൻസിങ്. ദൈവം എന്നെ ശുദ്ധീകരിക്കണമേ. അതാണ് പറഞ്ഞത്, ഹിമത്തേക്കാൾ വെളുക്കണം. ഹിമെന്ന് പറഞ്ഞാൽ അല്ലേ മഞ്ഞ, അതിനേക്കാൾ വെളുക്കുന്ന ഒരു നിർമ്മലമായ ഒരവസ്ഥ ഒരു ദൈവവേദന. ആ അനുഭവത്തിൽ നമ്മളൊക്കെ ആയിരുന്നവരുണ്ട്. നമ്മളെ കൊണ്ടൊക്കെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും. അത് ഇന്നാരെന്നൊന്നുമില്ല. എനിബഡി ഹു ഹാവ് റൈറ്റ് കമ്പാനിയൻ വിത്ത് ദ ലോർഡ്, ദൈവമായിട്ട് നല്ല കൂട്ടായ്മയും ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേൽ വെച്ചാൽ അവനത് നന്നായി പ്രയോജനപ്പെടുത്തുമൊക്കെ ഉറപ്പുള്ളവർക്ക് ദൈവം ശക്തിയോടെ കൃപ പകരും. ദൈവത്തിന് സ്തോത്രം. അതിനായിട്ട് നമ്മൾ വാഞ്ചിക്കുന്നവരായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. ആസ്കിങ് ഫോർ എ ക്ലെൻസ് എവരി ഡേ. എല്ലാ മേഖലകളിൽ നിന്നും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരായി തീരാൻ നമുക്കിടയാണ്. അശുദ്ധി ദൈവത്തിന് ഇഷ്ടമല്ല. അശുദ്ധി, പാപം ജീവിതത്തിൽ വന്നാൽ അശുദ്ധമാകും കേട്ടോ. അതുകൊണ്ട് ദൈവമേ അതിനിടയാകരുതേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ അങ്ങനെ വന്നാൽ അതിനെ ശുദ്ധീകരിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. മറ്റേ ഒരു ബാഹ്യമായ കൊണ്ട് നടക്കത്തില്ല. സോപ്പ് തേച്ചാൽ ശുദ്ധി വരും, പെർഫ്യൂം അടിച്ചാൽ മണം കിട്ടും, പക്ഷേ വിശുദ്ധി വരത്തില്ല. വിശുദ്ധി ദൈവത്തിങ്കൽ നിന്നാണ്. വിശുദ്ധനായ ദൈവം. ഹല്ലേലൂയ. എന്തിനാ വിശുദ്ധി വേണ്ടത്? എബ്രായലേഖനം 11:14 വരുമ്പോൾ ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണത്തില്ല. പാട്ടും പ്രാർത്ഥനയൊക്കെ നടന്നെന്നിരിക്കും. അന്തർഭാഗത്തിലെ സത്യം അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധിയില്ലെങ്കിൽ, നിർമ്മലതയില്ലെങ്കിൽ ഒരു പണിയും നടക്കത്തില്ല. ഓടിയതും അധ്വാനിച്ചൊന്നും വെറുതെ ആയി പോയെന്ന് വരാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ ശ്രമിക്കണമേ എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവം ക്ഷമിക്കണമെങ്കിലോ, ദൈവമേ ക്ഷമിക്കുമെന്ന് പറഞ്ഞ് ദൈവം ക്ഷമിക്കണമെങ്കിൽ അനുതാപത്തോടെ ഏറ്റു പറയും. അത് ദൈവത്തിൻ്റെ ഒരു പ്രമാണം. കാരണം സദൃശവാക്യം 28:13 പറയുന്നു, തൻ്റെ തെറ്റുകളെ മറയ്ക്കുന്നവന് ശുഭം വരത്തില്ല, അപ്പോൾ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കുമെന്ന്. കരുണ ലഭിക്കാൻ ദൈവമേ കരുണ ചെയ്യണേ. ഏറ്റു പറയുക കർത്താവ് എന്ന് പറയാൻ നമുക്കിടയാകട്ടെ. ഇത് പറയുമ്പോൾ തെറ്റിദ്ധരിക്കല്ലേ. എന്ത് തെറ്റ് ചെയ്തേ ഏറ്റു പറഞ്ഞാൽ മതി. ചിലർ പറയും ക്രിസ്ത്യാനികളുടെ ദൈവം എന്തൊരു ഈസിയാണ്. നോ അങ്ങനെ ധരിക്കരുത്. എന്ത് തെറ്റ് ചെയ്യുക, ഏറ്റു പറയാ, പിന്നെയും പോയി നോ അങ്ങനെ ഒരു പ്രമാണമേ ഇല്ല കേട്ടോ. ഏറ്റു പറഞ്ഞാൽ മാത്രം പോരാ, പിന്നെ അവയെ ഉപേക്ഷിക്കണം. ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ ആണ് ഉപേക്ഷിക്കുക എന്ന് പറയുന്നത്. അത് ശ്രദ്ധിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗത്തുനിന്ന് മുന്നോട്ട് പോകട്ടെ. ദൈവത്തിന് ജീവിതത്തിൽ പാപം കുടികൊള്ളാൻ ഇടവരില്ല. പാപത്തിൻ്റെ പ്രേരണയും പരീക്ഷകളും ഉള്ള ലോകത്തിലാണ് അങ്ങനെ ഒരു സിസ്റ്റമാണ്, ഒരു ബോഡി സിസ്റ്റമാണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ജയാളികളായി ജീവിക്കണം. അതാ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിന് കർത്താവിൻ്റെ രക്തത്താലുള്ള ശുദ്ധീകരണം, കഴുകൽ നമുക്ക് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഇത് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനവും ശുദ്ധീകരിക്കുന്ന കേട്ടോ. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? യോഹന്നാന്റെ സുവിശേഷം 15:3 അവിടെ എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാ. അപ്പം ഈ വചനം ശുദ്ധീകരിക്കും. നിങ്ങൾ നല്ലൊരു കൂട്ടം ദൈവവചനം ആസ്വദിക്കുന്ന എനിക്കറിയാം. ദൈവവചനം കേൾക്കുമ്പോൾ കരഞ്ഞിട്ടുണ്ടോ? തെറ്റുകളെ ഓർത്ത് ശുദ്ധീകരിക്കുന്ന ദൈവവചനത്തിൻ്റെ പ്രക്രിയ.
ഫലമാണ്, അനുഭവമാണ്, ശക്തിയാണ് കേട്ടോ. അതിനെ വചനം കേൾക്കണമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. ആത്മനിറവിൽ ദൈവദാസന്മാർ വചനം പറയുമ്പോൾ പാപത്തിൻ്റെ കുറ്റബോധം വരുമ്പോൾ ദൈവമേ തെറ്റിപ്പോയല്ലോ, ശുദ്ധീകരണം അവിടെ നടക്കും. വചനം കേട്ടെന്ന് കരയാനിടയാൽ അവിടെ ശുദ്ധീകരണം, കണ്ണുനീരവിടെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിന്ന് പ്രവർത്തിക്കുകയാണ്. അപ്പം ദൈവത്തിൻ്റെ വചനം നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരു കാര്യം കൂടി ഞാൻ പറയാം. when God cleanses a sinner with his blood, God cleanses a believer with his word. ഒരു പാപിയെ ദൈവം തൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കുമ്പോൾ ഒരു വിശ്വാസിയെ തൻ്റെ തെറ്റുകളിൽ നിന്ന് അവനെ കഴുകുന്നത് തൻ്റെ വചനത്താലാണ്. അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കുവാനിടയാകട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. ഇപ്പം ദാവീദ് ഒരു കാര്യം മനസ്സിലാക്കി. തൻ്റെ ജീവിതത്തിൽ പാപം കടന്നുകൂടിയപ്പോൾ തൻ്റെ നന്മകളെല്ലാം പോയി, അനുഗ്രഹങ്ങളൊക്കെ പോയി. ഒന്നും സംഭവിച്ചില്ലെന്ന് വിചാരിച്ച് പോയെങ്കിൽ ഇതൊക്കെ നഷ്ടപ്പെട്ടെന്ന് പിന്നെ ഇങ്ങനെ മനസ്സിലാക്കി വരിക. അപ്പോൾ ഇവിടെ വായിക്കുകയാണ്, എന്തോ 8-ാം വാക്യത്തേക്ക് വരുമ്പോൾ, സന്തോഷവും ആനന്ദം എന്നെ കേൾക്കുമാറാക്കണമേ, മേക്ക് മീ ഹിയർ. കേൾക്കാൻ കഴിയണം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അവന് ദൈവത്തിൽ നിന്നുള്ള സന്തോഷവും ആനന്ദമൊക്കെ ഒരു കാലത്ത് ദൈവം സംസാരിക്കുക ഇടപെടുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നല്ല സന്തോഷവും ആനന്ദമുണ്ട്. ദൈവം ഒന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എത്ര കാര്യമാണ് അല്ലേ? ഉന്നതന്മാരൊക്കെ നമ്മളോടൊന്ന് സംസാരിച്ചെന്ന് പറഞ്ഞ് നമുക്ക് എത്ര വലിയ ഗമയാണ്. അപ്പോൾ ദാവീദിന് ഈ ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി. കേൾക്കാൻ കഴിയാതെ ഇപ്പം ദൈവത്തോട് എന്നെ ഒന്ന് കേൾക്കണമേ, ഇപ്പം അത് നഷ്ടപ്പെട്ടു പോയി, എനിക്കൊന്ന് കേൾക്കാൻ കഴിയണമേ, ദൈവത്തിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കണമേ എന്ന്. എന്താ കാരണം അറിയാമോ? സിൻ സെപ്പറേറ്റ് മാൻ ഫ്രം ഗോഡ്. ദൈവത്തിന് മനുഷ്യനെ അകറ്റുന്നത് പാപമാണ്. അതുണ്ടാകാതിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. രണ്ടാമതാണ് പിന്നെ ഒരു പുതിയ ഹൃദയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് ചിന്തിച്ചു. ദൈവത്തിന് ഒരു പുതിയ ഹൃദയം തരാം അല്ലേ? എന്താ കാരണം? പഴയത് കൊണ്ടൊന്നും ശരിയാകത്തില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ എന്താ ഇതിൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ ബ്ലോക്ക് മാറ്റിയത് കൊണ്ടോ വാൽവ് മാറ്റിയത് കൊണ്ടോ ഒന്നും ശരിയാകുന്നതല്ല. പാപം മൂലം പറ്റുന്ന അശുദ്ധിയും തകരാറും. അത് ദൈവത്തിൻ്റെ പുതുക്കപ്പെട്ട ഹൃദയം നമുക്ക് ലഭിക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അത് ദാവീദ് ഇത് പറയുകയാണ്. ദൈവമേ കരുണ ചെയ്യണമെന്ന് അവിടെ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ ഹൃദയം. ഹല്ലേലൂയ. അങ്ങനെ ഒരു വിശുദ്ധ ഹൃദയമാണെങ്കിൽ സ്തോത്രം ചെയ്തോ. കേൾക്കുന്നവരെ, പ്രിയപ്പെട്ടവരെ, ശ്രോതാക്കളെ, ഇല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ നന്ദിയോടെ സ്തോത്രം. എന്ന് മാത്രമല്ല, താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ 10-ാം വാക്യത്തിൻ്റെ അടുത്ത് തന്നെ അറിയാമോ, സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമെന്ന്. ഈ ആസ്കിങ് ഫോർ റിന്യൂവിങ് ദ സ്റ്റെഡ്ഫാസ്റ്റ് സ്പിരിറ്റ് ഇൻ ഹിം. സ്ഥിരമായുള്ള ഒരു ആത്മാവ് എന്ന് പുതുക്കപ്പെട്ട ആത്മാവിനായി നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പറ്റുന്നത് എന്ന് വെച്ചാൽ ഇന്നലത്തെ ആ ആത്മാവിൻ്റെ ശക്തി കൊണ്ട് ഇനി ജീവിക്കാനൊക്കത്തില്ല. ഇനിയുടെ റിന്യൂവൽ, ഒരു പുതുക്കം നമുക്ക് ആവശ്യമാണ്. ദൈവമേ സ്തോത്രം. അത് ദൈവാത്മാവ് നമ്മെ സഹായിക്കും. എവരിബഡി, എല്ലാവർക്കും ആ പുതുക്കത്തിൻ്റെ അന്തരീക്ഷങ്ങളിൽ വളരുവാനായിട്ടിടയാകണം. അല്ലെങ്കിൽ ആത്മാവ് മന്ദീഭവിച്ചു പോയാൽ പിശാച് ജീവിതത്തിൽ ജയമെടുക്കും. എന്നാൽ നിന്നെ തടഞ്ഞു നിർത്തുന്ന, നിന്റെ പാവം നിന്റെ ജീവിതത്തിൽ വരാൻ നിന്നെ ബലപ്പെടുത്തി നിർത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അത് കുറഞ്ഞു പോകരുത്, മന്ദീഭവിച്ചു പോകരുത് എന്നുകൂടെ ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പണ്ടങ്ങനെ ആയിരുന്നു, പണ്ടിങ്ങനെയൊക്കെ ആയിരുന്നു, ഞങ്ങൾ വലിയ ആത്മനോ. ഇന്നത്തെ കാര്യം അങ്ങനെ. വാട്ട് അബൌട്ട് ടുഡേ? ഇന്ന് എങ്ങനെ ആയിരിക്കുന്നു? ഒന്ന് ആത്മീയ ജീവിതം ഒന്ന് പരിശോധിച്ച്. കഴിഞ്ഞ നാൾ നല്ലവണ്ണം ആത്മീയ ആരാധന നടത്തിയവർ, പ്രാർത്ഥിച്ചവർ, സാക്ഷ്യം പറഞ്ഞവർ, ദൈവം വലിയവനാന്ന് പറഞ്ഞവരൊക്കെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ കോംപ്രമൈസ് വരുത്തി പരാജയപ്പെട്ട അന്തരീക്ഷങ്ങളിൽ ഒരു മൂലയിൽ ഒതുങ്ങിയിരിക്കേണ്ട ആത്മീയ ജീവിതം എന്നെ ഒന്ന് പുതുക്കണമെന്നൊന്ന് പ്രാർത്ഥിക്കുമോ പ്രിയപ്പെട്ടവരെ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ നമ്മെ റിന്യൂ ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ആ ദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കും. ദൈവത്തിന് സ്തോത്രം. ദാവീദിന്റെ പ്രാർത്ഥനയുടെ അതിപ്രധാനമായ ഒരു വിഷയം അതിൻ്റെ 11-ാമത്തെ വാക്യം എന്താ പറയുക? നിന്റെ സന്നിധിയിൽ തന്നെ തള്ളിക്കളയരുതേ കേട്ടോ. ദൈവസന്നിധിയും തള്ളിക്കളയാൻ പിന്നെ തീർന്നില്ലയോ? ദൈവസന്നിധിയിൽ നിന്ന് പോയെങ്കിൽ പിന്നെ ഒന്നുമില്ല. ഈ നദി നമുക്കറിയാം. ഏതൻ പർദീസിൽ ദൈവം ആദാമിനെ തള്ളിക്കളഞ്ഞു. എന്തുവായിരുന്നു അനുഭവം? തേജസ് വസ്ത്രമായി ധരിച്ച് ദൈവ കൂട്ടായ്മ അനുഭവിച്ചിരുന്നവർ പിന്നെ പോയ കാര്യവും പാപത്തി ഗുണമൊക്കെ നമുക്കറിയാം. വിസ്തരിക്കണ്ടല്ലോ ദൈവത്തിന്. അപ്പം ദൈവസന്നിധിയിൽ തള്ളിക്കളയുന്നത് വളരെ അപകടമാണ്. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇനി ഞാൻ സ്നേഹത്തോടെ സ്നേഹത്തോടെ പറയട്ടെ, അങ്ങനെ സംഭവിച്ചാൽ അത് ഏറ്റവും ദുഃഖകരമായിരിക്കും, ഭയങ്കരമായിരിക്കും. അതിനാൾക്ക് ഇവിടെയാകാതിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദാവീദിന്റെ പ്രാർത്ഥനയുടെ അടുത്ത ഭാഗം നമുക്ക് 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എന്താ വായിക്കും? നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. ശ്രദ്ധിക്കണം. നിന്റെ രക്ഷയുടെ സന്തോഷം ദൈവത്തിന് മഹത്വം ഉണ്ടാക്കുക. എന്തുവാ ഇവിടെ പറഞ്ഞിരിക്കുന്നറിയാമോ? രക്ഷയുടെ സന്തോഷം ദൈവത്തിന്. അതിന് മുകളിലായിട്ട് ഒരു കാര്യം കൂടെ അവിടെ നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ 11-ാം വാക്യം എന്ന് പറഞ്ഞു, നിന്റെ പരിശുദ്ധാത്മാവിനെ നിന്ന് എടുക്കരുത്. ഓ, ദാറ്റ്സ് വെരി ഗ്രേറ്റ്.
എന്ന് വെച്ചാൽ ദാവീദ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാ? പരിശുദ്ധാത്മാവിനെ എടുത്താൽ പിന്നെ ഒന്നുമില്ല. വേറൊരു അർത്ഥത്തിൽ കൂടെ നമ്മളൊന്ന് വ്യാഖ്യാനിക്കുകയാണ്. എന്താ ദാവീദ് പറഞ്ഞ? കർത്താവേ ദൈവമേ, നീ എൻ്റെ സമ്പത്ത് മുഴുവൻ എടുത്തോ, എൻ്റെ രാജ്യം മുഴുവൻ എടുത്തോ, എൻ്റെ സൈന്യം മുഴുവൻ എടുത്തോ, എൻ്റെ ഭാര്യമാരെ മക്കളെ എല്ലാം നീ എടുത്തോ, പക്ഷേ എൻ്റെ പരിശുദ്ധാത്മാവിനെ നീ എടുക്കരുത്. ഓർത്തോ, എല്ലാം ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിനക്കില്ലെങ്കിൽ, ദൈവത്തിൻ്റെ ഭദ്രതയില്ലെങ്കിൽ, സ്നേഹമില്ലെങ്കിൽ, കരുതലില്ല, ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവുള്ളവരായിരിക്കാൻ ഇടയാകട്ടെ. ദാവീദ് പ്രാർത്ഥിച്ചെടുക്കരുതേ. അടുത്താണ് പറഞ്ഞത്, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണേ. കാരണം രക്ഷയുടെ സന്തോഷത്തിലായിരുന്നു പണ്ട്. കഴിഞ്ഞൊരു വർഷക്കാലമായി ഇത് പോയത് പുള്ളി അറിഞ്ഞെങ്കിലും ഗവനിച്ചില്ല. ഇപ്പം പാപത്തിൻ്റെ ബോധം വന്നപ്പോൾ മനസ്സിലായി രക്ഷയുടെ സന്തോഷമില്ലാതെ കഴിഞ്ഞൊരു വർഷക്കാലം അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകൾ ബത്ശേബമായിട്ടുള്ള പാപത്തിൻ്റെ മേഖലയിൽ നിന്നും അല്ലെങ്കിൽ ആ സഹോദരനെ കൊന്നതിന് ശേഷം ഇങ്ങനെ അഭിനയിച്ച് പോകുമായിരുന്നു എന്നുള്ളത്. സന്തോഷമില്ല, ദൈവിക സന്തോഷമില്ലേ, പിന്നെ ആത്മീയ ജീവിതത്തിന് എന്നാ ഫലം? ചിന്തിച്ചിട്ടുണ്ടോ? ആ വലിയ സന്തോഷമാണ് നമ്മളെയൊക്കെ നടത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തെ പിന്തിരിഞ്ഞ് നോക്കുമ്പോഴും എനിക്കത് പറയാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പം രക്ഷയുടെ സന്തോഷമുള്ളവരായിരിക്കണം. ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ദ ജോയ് ഓഫ് സാൽവേഷൻ. രക്ഷയുടെ സന്തോഷം. രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവവൈദ്യനും ദൈവം കൊടുക്കുന്ന ഒരു അനുഗ്രഹമായത് കേട്ടോ. അതുകൊണ്ടാണ് ഇതിനകത്ത് നമ്മൾ ഈ പിടിച്ചു നിൽക്കുന്നത്. നാം ദൈവസന്നിധി വന്ന് കൂടുമ്പോൾ, ഒന്നിച്ച് പാടുമ്പോൾ, ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, വ്യക്തിപരമായി ദൈവത്തോട് അടുത്ത് വരുമ്പോൾ, അല്പസമയം കരയുമ്പോൾ ഒരു വലിയ സമാധാനവും സന്തോഷവും നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നില്ലേ? ദാറ്റ്സ് എ ജോയ് ഓഫ് സാൽവേഷൻ, ദ പീസ് ഫ്രം ഹെവൻ. ദൈവത്തിൻ്റെ സമാധാനം. അപ്പം ഈ സന്തോഷം ഇല്ലാതെ ദാവീദ് എന്നിട്ട് ഇപ്പം പറയുന്നു, മനസ്സിലാക്കി തിരികെ തരണേ, നഷ്ടപ്പെട്ടു പോയേ, ദൈവമേ കരുണ ചെയ്യണേ, സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇപ്പം മനസ്സിലായി, കഴിഞ്ഞ നാളിലെല്ലാം ഒരു അഭിനയമായിരുന്നു കേട്ടോ. രക്ഷയുടെ സന്തോഷം ഇല്ലാതെ അഭിനയിച്ചു. ഇന്ന് പലരും പലയിടത്തും നടക്കുന്ന പോലെ, പലരും കാണിക്കുന്ന പോലെ, അന്യാഗ്നി കത്തിക്കുന്നത് പോലെ. ഞാനോ അങ്ങനെ ആകരുത്. ഉള്ളതൊക്കെ മതി, ഉള്ളത് മതി. ദൈവം ഉള്ളത് കൊണ്ട് മാത്രം തൃപ്തിപ്പെടാൻ ഇടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ മണിക്കൂറുകളിൽ ദൈവമേ കരുണ ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഒരു ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയുണ്ട് രക്ഷയുടെ സന്തോഷം? രക്ഷിക്കപ്പെട്ട നാളുകളുള്ള സന്തോഷം കൂടിയിട്ടുണ്ടോ, കുറഞ്ഞിട്ടുണ്ടോ? അതോ അതുപോലെ നിൽക്കുന്നേ ഉള്ളൂ? പരിശോധിച്ചേ. മറുപടി പറയണ്ട, അവരൊരു തന്നെ ചിന്തിക്കും. വളരുന്നുണ്ടെങ്കിൽ അത് കൂടുന്നുണ്ടെങ്കിൽ നീ വളരുന്നുണ്ട്. ആമേൻ. അതുപോലെ നിൽക്കുന്നുള്ളൂ, വളരുന്നില്ല. കുറയുന്നെങ്കിലോ നീ ഒരു പിന്മാറ്റക്കാരൻ. അവരൊരു പരിശോധിച്ച് കർശനം വരുത്താൻ ഇടയാകട്ടെ. രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്നവരായി, പരിശുദ്ധാത്മ ശക്തിയുള്ളവരായി ജീവിക്കണമെങ്കിൽ ദൈവസന്നിധി വിനയത്തോടെ പ്രാർത്ഥിക്കണം. കുറവുകളെ വെച്ചുകൊണ്ടിരിക്കരുത്. തെറ്റുകളെ ഏറ്റുപറയാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. അഭിനയ ജീവിതമാകരുത്. പലയിടത്തും ഒരു ഇമിറ്റേഷൻ ഭക്തി ഉണ്ട് കേട്ടോ. ഞാൻ തുറന്ന് പറയുക, അവനങ്ങനെ അതുപോലെ എനിക്ക് നോ, നിനക്ക് തന്നത് മതി. ദാസനായി വിളിച്ചവൻ ദാസനായിരുന്നാൽ മതി കേട്ടോ. യജമാനായി വിളിച്ചവൻ യജമാനായിട്ടിരിക്കട്ടെ. ഓരോരുത്തർക്കും ദൈവം ഓരോ കോളിങ് കൊടുത്തിട്ടുണ്ട്, അത് നിന്നാൽ മതി. അത് അല്പത്തിൽ വിശ്വസനായിരിക്കുന്നവന് ഞാൻ അധികത്തിന് വിചാരകനാക്കും. 5 താലന്ത് കൊടുത്തവനും 2 താലന്ത് കൊടുത്തവനും 1 താലന്ത് കൊടുത്തവനും എല്ലാം ദൈവം താലന്ത് കൊടുത്തു. അത് വ്യാപാരം ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ കൃപയുടെ കരങ്ങളിൽ ദൈവം നിന്നെ അനുഗ്രഹിച്ച് മാനിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എന്താ ദാവീദിൻ്റെ അനുതാപത്തിൻ്റെ പ്രാർത്ഥന? കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, കഴുകലിന് വേണ്ടിയുള്ള പ്രാർത്ഥന, ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന അല്ലേ? ദൈവിക സന്നിധിയിൽ നിന്ന് തള്ളിക്കളയരുതേ എന്നുള്ള പ്രാർത്ഥന. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എടുത്തു കളയരുതേ എന്നുള്ളത്. അത് ഇല്ലെന്നാണ് മറുവശം കൂടെ നിങ്ങളൊന്ന് ചിന്തിച്ചോണം അല്ലേ? ആത്മാവിനെ പുതുക്കിത്തരുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥന. അങ്ങനെ ഒരു പ്രാർത്ഥനയാണ് ഇപ്പം നമ്മൾ ധ്യാനിക്കുന്നത്. ശാന്തമായി പരിശോധിക്കണം. നമ്മൾ ഒന്നുകൂടി ഈ വേദവചനം എടുത്ത് ശാന്തമായി ഈ ആലോചനയുടെ മുഖത്തൊന്ന് ചിന്തിക്കാനാണ്. മേക്ക് ബി ഹിയർ. ഇപ്പോൾ ഒരു കേൾവിയുമില്ലല്ലോ, ഒന്നും ദൈവത്തിൻ്റെ ഒരു ജൈവശബ്ദവും കേൾക്കാനില്ലല്ലോ. എന്ത് എല്ലാം പോയി. എവിടാ തകരാറ്? എന്നെ കേൾക്കുമാറാക്കണേ എന്നൊന്ന് പ്രാർത്ഥിക്കുമോ? ഹെൽപ് മീ ടു ഹിയർ ഫ്രം ദ ലോർഡ്. കർത്താവേ, നിന്റെ ആലോചന അറിയുന്നവരായി, ദൈവാലോചനയിൽ നടത്തപ്പെടുന്നവരായി, ദൈവാലോചനയിൽ ജീവിക്കുന്നവരായി എന്ത് വേണം? സ്തോത്രം. രക്ഷയുടെ സന്തോഷം അനുഭവിച്ചു. രക്ഷയുടെ സന്തോഷം തിരികെ തന്നല്ലോ, ഉണർവിൻ ആത്മാവിനാൽ എന്നെ താങ്ങിയല്ലോ എന്ന് ഭക്തൻ പാടി. അങ്ങനെയാണെങ്കിൽ ദാറ്റ്സ് എ ജോയ്ഫുൾ ലൈഫ്. അങ്ങനെയാണെങ്കിൽ അത് അനുഗ്രഹീതമായ ജീവിതമാണ്. ഈ ഭൗതികത്തിൽ തന്നിരിക്കുന്നതൊക്കെ ദൈവപ്രമാണം അനുസരിച്ചുള്ളതൊക്കെ നമുക്ക് ഉപയോഗിക്കാം.
പക്ഷെ അതിനൊരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറി കിടക്കുമ്പോഴാണ് ലംഘനം എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് അവനവന് ദൈവം കൽപ്പിച്ചു തന്നിരിക്കുന്നത്, അറിയിച്ചു തന്നിരിക്കുന്നത് ദൈവഭക്തിയോടെ അനുഭവിക്കാനും ദൈവിക കൂട്ടായ്മയിൽ ദൈവാനുഗ്രഹത്തോടെ ജീവിപ്പാനും ഇടയാക്കണം. അതിനാണ് നമ്മളെ ദൈവവചനം കേൾക്കുന്നത്. പ്രാർത്ഥിക്കുമോ? തെറ്റുപറ്റിയതിനെ ഓർത്തുനിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പുതുക്കത്തിൻ്റെ അനുഭവത്തിൽ ജീവിപ്പാൻ ദൈവമേ കരുണ ചെയ്യണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? ശാന്തമായി ഒന്ന് ശോധന ചെയ്യുമോ? കണ്ണുകളടയ്ക്കാം, തലകളെ മടക്കാം. എല്ലാവരും ഒരു നിമിഷം ഒന്ന് ശോധന ചെയ്തേ. പല തെറ്റുകൾ വന്നല്ലോ. പണ്ടൊക്കെ ഇരുന്നാലുടനെ ദൈവശബ്ദം കേൾക്കാമായിരുന്നു, ദൈവിക വെളിപ്പാടുണ്ട്, ഒന്നും കാണുന്നില്ല. പണ്ടൊക്കെ ദൈവയുടെ സന്തോഷമെന്ന് പറഞ്ഞ് തുള്ളിച്ചാടുമായിരുന്നു, ഇപ്പോൾ അനക്കവുമില്ല അല്ലേ? പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആനന്ദിച്ചു. എവിടെ? Where it is. Yes brother, yes sister, you need a washing. ഒരു പുതിയ കഴുകൽ നിനക്ക് ആവശ്യമുണ്ട്. ആ കഴുകൽ പ്രാപിച്ച് വിശുദ്ധീകരണം പ്രാപിച്ച് ദൈവാനുഗ്രഹമായി മുന്നോട്ട് നീങ്ങാൻ ദൈവമേ എന്നെ സഹായിക്കണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? അങ്ങനെ പ്രാർത്ഥിക്കുന്നവരോട് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. നിത്യനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ ഈ മണിക്കൂറുകളിൽ ഞങ്ങൾ നിൻ്റെ വചനം ധ്യാനിച്ചു. അനേകരത് കേട്ടല്ല കർത്താവ്, കേട്ടുകൊണ്ടിരിക്കുന്നല്ലോ. തുടർന്ന് നിൻ്റെ നാമം മഹത്വപ്പെടണേ. ജീവിത വിഷയങ്ങൾ ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിതങ്ങളെ ക്രമപ്പെടുത്താൻ കർത്താവെ ഒരു കാലത്ത് അനുഭവിച്ച ആത്മീയ സന്തോഷങ്ങൾ നഷ്ടപ്പെട്ട് അഭിനയത്തിൻ്റെ ജീവിതവുമായി പോകാൻ, ദൈവത്തിൽ നിന്നൊന്നും കേൾക്കാൻ കഴിയാതെ അടഞ്ഞ ആ ചെവികളുമായി ഒക്കെ പോകുന്ന അന്തരീക്ഷങ്ങൾ രക്ഷയും ആമേൻ സന്തോഷം എന്നെ കേൾക്കുമാറാക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ പിന്നെയും പ്രാർത്ഥിക്കാൻ, ആ ദൈവസന്നിധിയിൽ തള്ളിക്കളയരുതേ എന്ന്, പരിശുദ്ധാത്മാവിനെ എടുക്കരുതേ. ആമേൻ. അങ്ങനാണെങ്കിൽ ജീവിതം ദുഃഖകരമായി തീരുമല്ലോ. ആ മേഖലയിൽ കറക്ഷൻസ് വരുത്തി യഥാസ്ഥാനപ്പെടാൻ എല്ലാ നിന്റെ മക്കളെയും സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അന്ധകാരവും കൂരിട്ടുള്ള ലോകത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അപകട സാധ്യതയുള്ള ലോകത്തിൽ അതുകൊണ്ട് സൂക്ഷ്മതയോടെ ജ്ഞാനികളായി തന്നെ നടന്ന് വിശുദ്ധ ജീവിതത്തിൻ്റെ മണ്ഡലങ്ങളിൽ ദൈവപ്രസാദമുള്ളവരായി ജീവിച്ച് അനുഗ്രഹിക്കപ്പെടാൻ, ദൈവം വെച്ചിരിക്കുന്ന ഒരാത്മീയ അനുഗ്രഹങ്ങളും കുറഞ്ഞു പോകാതെ നഷ്ടപ്പെടാതെ ആമേൻ പൂർണ്ണമായ രീതിയിൽ അത് അനുഭവിച്ച് ദൈവാനുഗ്രഹത്തോടെ മുന്നേറാൻ ദൈവം പ്രസാദിക്കുന്ന ജീവിതം എല്ലാവർക്കും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മക്കളുടെ ആവശ്യങ്ങളിൽ സഹായിക്കണം. ഒരനുഗ്രഹത്തിൻ്റെ മണ്ഡലങ്ങളിലേക്ക് എല്ലാവരെയും നടത്തണമേ. എല്ലാ മഹത്വവും ദൈവ കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഈ വചനങ്ങൾ നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കൗൺസിലിംഗ് ആവശ്യങ്ങൾക്കുമായി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നിവയിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.